ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്പൈഡി. കബഡിയെ കേന്ദ്രീകരിച്ച് ഷെയ്ൻ നിഗം നായകനായെത്തിയ പുതിയ സ്പോർട്സ് ആക്ഷൻ ത്രില്ലറായ ബൾട്ടി കണ്ടിട്ടിറങ്ങിയതേയുള്ളൂ. ഒരു നവാഗത സംവിധായകൻ ഉണ്ണി ശിവലിംഗം ഇത്രയും ഗ്രാൻഡായ ഒരു മേക്കിംഗ് ക്വാളിറ്റിയിൽ സിനിമയെടുക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ വാനോളം ഉയരും. സൗഹൃദം, പ്രണയം, ചതി, പ്രതികാരം, ഇതിനെല്ലാം ഒപ്പം ഗംഭീര ആക്ഷൻ രംഗങ്ങളും ചേർന്ന ബൾട്ടി ഒരു കംപ്ലീറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. വേലമ്പാളയം എന്ന കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിലെ 4 കബഡി താരങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഥ. കഷ്ടപ്പാടുകൾക്കിടയിലും കബഡി കോർട്ടിൽ ഇവർക്ക് തോൽവിയില്ല. ഉദയൻ, ഷെയ്ൻ നിഗം, ക്യാപ്റ്റനായ കുമാർ, ശന്തനു ഭാഗ്യരാജ് എന്നിവരാണ് ഇവരിൽ പ്രധാനം. ഇതൊരു ട്രാക്കിൽ പോകുമ്പോൾ ഇതിന് സമാന്തരമായി മറ്റൊരു ലോകം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വട്ടിപ്പലിശക്കാരുടെ ഒരു അധോലോകം. സോഡാബാബു, അൽഫോൺസ് പുത്രൻ, ഭൈരവൻ, സെൽവരാഘവൻ, ജീമ, പൂർണിമ ഇന്ദ്രജിത്ത് എന്നീ പവർഫുൾ കഥാപാത്രങ്ങൾ ഈ അധോലോകം വാഴുന്നു. പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ അധോലോകത്തിന്റെ ക്രൂരതകൾക്കിടയിലേക്ക് നമ്മുടെ പഞ്ചമി റൈഡേഴ്സിലെ ചെറുപ്പക്കാർ അറിയാതെ ചെന്ന് വീഴുന്നതും അതിനുശേഷം നടക്കുന്ന നാടകീയമായ പോരാട്ടങ്ങളുമാണ് ബൾട്ടിയുടെ ഉള്ളടക്കം. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ ആഴമുള്ള കഥാപാത്രങ്ങളും അഭിനേതാക്കളുടെ പ്രകടനവുമാണ്. ഷെയ്ൻ നിഗം, ഉദയൻ എന്ന കഥാപാത്രമായി ഷെയ്ൻ നിഗം തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത്. വൈകാരികമായ രംഗങ്ങളിലായാലും ആക്ഷൻ രംഗങ്ങളിലായാലും ഷെയ്ൻ വളരെ നാച്ചുറലായിരുന്നു. കബഡി താരത്തിന്റെ ഊർജ്ജം അദ്ദേഹത്തിന് നന്നായി കൊണ്ടുവരാൻ സാധിച്ചു. ശന്തനു ഭാഗ്യരാജ് നിരാശനായ എന്നാൽ വലിയ സ്വപ്നങ്ങളുള്ള കുമാറിനെ ശന്തനു വിശ്വസനീയമായി അവതരിപ്പിച്ചു. സൗഹൃദത്തിനും അധോലോകത്തിന്റെ കെണികൾക്കുമിടയിൽപ്പെട്ട ഒരു സാധാരണ യുവാവിന്റെ മാനസിക സംഘർഷം അദ്ദേഹം നന്നായി പകർത്തി. അധോലോക താരങ്ങൾ അൽഫോൺസ് പുത്രൻ, സെൽവരാഘവൻ, പൂർണിമ ഇന്ദ്രജിത്ത് എന്നിവരുടെ വില്ലൻ വേഷങ്ങൾ ശ്രദ്ധേയമാണ്. പ്രീതി അസ്രാനിയുടെ നായികാവേഷവും കഥാഗതിക്ക് ബലം നൽകുന്നു. പുതിയ സംവിധായകൻ ഉണ്ണി ശിവലിംഗം ബൾട്ടിയെ ഒരു വിഷ്വൽ ട്രീറ്റാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങൾ, സിനിമയിലെ സംഘട്ടന രംഗങ്ങൾ തീവ്രമായ ഒരു തിയേറ്റർ അനുഭവം സമ്മാനിക്കുന്നുണ്ട്. മികച്ച രീതിയിൽ ഇത് കോറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നു. സംഭാഷണങ്ങൾ, സാഹിത്യകാരൻ ടി.ഡി. രാമകൃഷ്ണൻ അഡീഷണൽ സംഭാഷണങ്ങൾ എഴുതിയത് സിനിമയുടെ നിലവാരമുയർത്തി. വിനായക് ശശികുമാറിന്റെ ഗാനരചന, ആഷിഖസിന്റെ കലാസംവിധാനം, വിഷ്ണു ഗോവിന്ദിന്റെ ഓഡിയോഗ്രഫി എന്നിവയെല്ലാം ചേർന്ന് സിനിമയുടെ ടെക്നിക്കൽ വശം മികച്ചതാക്കുന്നു. ഈ സിനിമയുടെ കഥ ചിലപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നതാവാം, പക്ഷേ സംവിധായകൻ അത് അവതരിപ്പിച്ച രീതിയും ആക്ഷൻ രംഗങ്ങളുടെ വേഗതയും നമ്മെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കാതെ പിടിച്ചിരുത്താൻ സഹായിക്കുന്നു. സ്പോർട്സ്, ആക്ഷൻ, ഗ്യാങ് വാർ ഈ ചേരുവകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ബൾട്ടി ഒരു നിരാശ നൽകില്ല. ഷെയ്ൻ നിഗത്തിന്റെ പ്രകടനവും ഹൈ വോൾട്ടേജ് ആക്ഷൻ രംഗങ്ങളുമാണ് ഈ സിനിമയുടെ നട്ടെല്ല്. ഒരു മികച്ച തിയേറ്റർ അനുഭവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബൾട്ടി ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ബൾട്ടി കണ്ടിറങ്ങിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത റിവ്യൂവിൽ കാണാം. ബൈ.